കമ്പ ഇങ്ങനത്തെ കമ്പ് അല്ലേ? ഈ കമ്പ് മുറിച്ച് നമുക്ക് വേറെ നടാം. അല്ല ഇതിന് അവിടെ തൊലി കളയണോ? തൊലി കളയണം. എത്ര ഇഞ്ചിന്? അത് ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ 1 ഇഞ്ച് വട്ടത്തിൽ 1 ഇഞ്ച് അല്ല 1 ഇഞ്ച് എയർലറി. ആ മെത്തേഡ് ഇത് 1 ഇഞ്ച് ഇവിടെ അവിടെ 1 ഇഞ്ച്. 1 ഇഞ്ച് തൊലി കളഞ്ഞാൽ മതി. 1 ഇഞ്ച് 1/2 ഇഞ്ച് 1 ഇഞ്ച് കളഞ്ഞേക്കാം. ഇങ്ങനെ വട്ടത്തിൽ ചെത്തി എടുക്കണം. ചെത്തി ഒളിച്ചിട്ട് അത് പൊളിച്ച് കളയണം. ഓ അങ്ങനെ പൊളിക്കാനായിട്ട് വേറെ കത്തി വേണ്ടേ? ഇതുകൊണ്ട് തന്നെ പറ്റുമോ? ചിലപ്പോൾ പൊളിയല്ല. അപ്പോൾ നമ്മളിങ്ങനെ സ്ലൈസ് ഇങ്ങനെ എടുക്കണം. ബ്ലേഡ് പറ്റില്ലല്ലേ? കുറച്ച് ബ്ലേഡ് പറ്റില്ല. ഇത് കണ്ടില്ലേ? ഇതിങ്ങനെ ഇവിടെ നല്ലപോലെ കട്ട് ചെയ്ത് വെച്ചില്ലെങ്കിൽ ഇവിടുന്നാണ് വേര് വരുന്നത്. ഓ മോളിൽ നിന്ന് തൊലി മാത്രം കളയാൻ പാടില്ല. മറ്റേ തൊലി കളഞ്ഞിട്ട് അത് ചരണ്ടണം. അതല്ലേ ഞാൻ കാണിച്ചു. ചരണ്ടണോ? അതിന് മൂർച്ചോറുണ്ട്. അതിങ്ങനെ പൊളിച്ച് ഇങ്ങോട്ട് പോരുമോ? പിന്നെ അല്ല പൊളിഞ്ഞു എന്നാലും കൈ നഖം കൊണ്ട് പൊളിഞ്ഞു വരില്ല. നഖം കൊണ്ട് അങ്ങനെ 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 കപ്പയുടെ തൊലി കളയുന്ന പോലെ അങ്ങനെ കളയാം. എന്നിട്ട് ഇത് മുഴുവൻ ഇങ്ങനെ സ്ക്രബ് ചെയ്തിട്ട് ചിരണ്ടി കളയണം. അങ്ങനെ ചിരണ്ടി കളയണം. ആ തൊലിയുടെ അംശം ഒട്ടും ഇരിക്കരുത്. അത് ശരി. അത് ഈ പ്ലാന്റിൻ്റെ കേമ്പി എന്ന് പറഞ്ഞ ഈ അതിൻ്റെ വെള്ളങ്ങളെ മുകളിലോട്ട് കൊടുക്കുന്നുണ്ടല്ലേ, കേമ്പിയം സ്റ്റൈൽ എന്നൊക്കെ പറഞ്ഞ് ബോട്ടണി പഠിച്ചിട്ടില്ലേ? കേമ്പിയം. അപ്പോൾ അതൊക്കെ ഇതിനകത്തുണ്ടോ? അതൊക്കെ പോകണം കംപ്ലീറ്റ്. ഇങ്ങനെ ചിരണ്ടി അത് മുഴുവൻ പോയി കഴിയുമ്പം ഒരു ചെറിയ പാലിൻ്റെ മിൽക്കൊക്കെ കൊണ്ടുവരുന്ന മിൽമയുടെ പാക്കറ്റ് പോലെ അതുപോലെ ഒരു പ്ലാസ്റ്റിക്കിനകത്ത് കുറച്ച് പൗഡർ ഇത് ചകിരിച്ചോറ് എടുക്കണം. ഈ റൂട്ടെക്സ് വെച്ചാൽ അത് പറ്റില്ല. റൂട്ടെക്സ് ഒക്കെ നല്ലതാണ്. റൂട്ടെക്സ് അല്ലെങ്കിൽ ഇത് ഇതില്ലേ, ഏതാ ഇതിൻ്റെ പേരിന് തഴുതാമല്ലാത്ത എന്നതാ ഇത് ഇരിക്കുന്നത്? അലോവേര റൂട്ട് ഹോർമോണാണെന്നാണ് പറയുന്നത്. അതെ, അലോവേരയുടെ അതിന്റെ പൾപ്പ് അതിവിടെ തേക്കണം. പൾപ്പ് തേച്ചാൽ മതി അല്ലേ? എന്നിട്ട് ഈ പ്ലാസ്റ്റിക്കിനകത്ത് ഇത് എടുത്തിട്ട് ചാക്ക് ഇട്ട് ഈ പ്ലാസ്റ്റിക് ഉള്ളി കൊണ്ട് നല്ല വരയണം. വരഞ്ഞിട്ട് ചകിരിച്ചോറ് വെക്കണം. ചകിരിച്ചോറ് ഇപ്പം ഞാൻ പൊതിഞ്ഞ് കെട്ടിയോടെ വെച്ചിട്ട് അത് ഇടണം. അതിട്ട് കെട്ടണം ചകിരി വെച്ചിട്ട്. പ്ലാസ്റ്റിക്കിനകത്ത് എടുത്തിട്ട് മനസ്സിലായി. എന്നിട്ട് അതിൽ 1-2 ചെറിയ തുളയിടണം. മഴ പെയ്ത വെള്ളം മഴക്കാലത്ത് ചെയ്താൽ പിടിക്കില്ല. എപ്പോഴാണ് സമയം? മഴക്കാലത്ത് ചെയ്യണം, എന്നാലും പിടിക്കുള്ളൂ. അല്ല ഇപ്പം നനച്ചു കൊടുത്താൽ പറ്റില്ല. നനച്ചു കൊടുത്താൽ പറ്റും. എല്ലാ ദിവസവും നനച്ചാൽ പറ്റും. ഇതിപ്പോൾ ഇവിടെ വേണേ ഞാനത് ചെയ്ത് കാണിക്കാം. പ്ലാസ്റ്റിക് എയർ ലെയറിങ് മെത്തേഡ് കാണിക്കാൻ പോവാണ്. അതിനു മുമ്പ് ചക്ക, ഇത് തോട്, ജാതി, രാമപുരം പാല റോഡ്, രാമപുരം ഇതെല്ലാം മാവുകൾ, എന്നത് ജാതി മരം എല്ലാം, വാഴ, തെങ്ങ്, മോറിൻ്റെ ഒരു കടയുണ്ട്, കിണറുണ്ട്, എല്ലാം ഉണ്ട്. കിണർ നല്ല വെള്ളമായിരിക്കും. കിണർ ഇഷ്ടംപോലെ വെള്ളമാണ്. കിണറിൽ ഇഷ്ടംപോലെ വെള്ളം. ജാതിക്കൊക്കെ പറ്റിയ സ്ഥലമാണ് ഇത്. ഈ ചക്കകൾ കായ്ച്ചിട്ടുണ്ട്. വാഴ, ഞാലിപ്പൂവൻ, ഇത് വാഴകൾ ഇഷ്ടംപോലെ. ചക്ക തായ്ലൻഡ് ചക്കയാണോ എന്ത് ചക്കയാണ്? ഇതിന് എയർ ലെയറിങ് മെത്തേഡ് കാണിക്കാൻ പറ്റും. ഒരു ഞാലിപ്പൂവൻ കൊല. ഇത് എയർ ലെയറിങ്ങിൻ്റെ സ്റ്റേജ് 1. ഇതിൽ എയർ ലെയറിങ് സ്റ്റേജ് 1. എയർ ലെയറിങ്. എന്ത് ചക്കയത്? സിംഗപ്പൂരാ ഇത്? ഈ ചക്കയൊക്കെ തായ്ലൻഡാ? സൂപ്പർ ഏർലി നല്ല ചക്കയാ ഇത്.
കേടായിപ്പോ അതുകൊണ്ട് അതെ അല്ലേ, കേടാ. ഉപയോഗിക്കാം. ഇതിപ്പം ചിലപ്പോൾ നല്ലതാവും അല്ലേ. ചിലപ്പോൾ നല്ലത് കിട്ടും. ഇത് പഴുത്തതാ? ആ, അത് അണ്ണാന്തീനും നല്ലത്. പഴുത്താണ്. പഴുത്ത് കാണും. ഇതേ ഇതെന്ത് സാധനം? കണ്ടില്ലേ? ആ, ചകിരിച്ചോറ ചേരിച്ചോറിന്റെ ബോക്സ് പൊതി. അത് നനയ്ക്കണം. നനച്ചിട്ട് വേണം. ആ, നനച്ചില്ലെങ്കിൽ നനച്ചിട്ട് കുറച്ച് ലൂസായിട്ട് ഇങ്ങനെ കെട്ടണം. അല്ല എന്നാലും നമുക്ക് ഇതിങ്ങനെ. അല്ല, ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കണ്ടേ? പ്ലാസ്റ്റിക് അടക്കം കേട്ട പ്ലാസ്റ്റിക് ഇപ്പം ഞാൻ ഇട്ടതാ. അല്ല, ഈ പ്ലാസ്റ്റിക് കവർ മാറ്റണ്ടേ? ഇല്ലില്ല, അത് നടാൻ നേരത്ത് മാറ്റാൻ പറ്റുള്ളൂ. നമ്മളിപ്പോൾ എയർലെയറിങ് ചെയ്യാൻ പോയില്ലേ. അതെ. അപ്പോൾ ഇപ്പം ഇതിനകത്ത് പിന്നെ ഇതിൻ്റെ പൊടി ഇത് നനച്ചിട്ട് ഇത് നനച്ച് ഇതിനകത്ത് ഇട്ടിട്ട് ഇതിങ്ങനെ ലൂസായിട്ട് ഇട്ടിട്ട് കെട്ടണം. കാരണം നമുക്കിത് ഷേപ്പ് ചെയ്യണം. അല്ല, ഇതടക്കം കെട്ടണേ? ഇങ്ങനെ കെട്ടുക? ആ, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിന് ഓട്ടോ കളിക്കണല്ലോ. ഓട്ടോ അല്ല, അതിവിടെ ഇവിടെ കീറും. അതവിടെ ആ സൈഡിൽ കൂടെ തന്നെ ഇത് ഇതിപ്പോൾ ഇങ്ങനെ വെച്ചിട്ടേ എയർ ലെയറിങ്. ഇതിപ്പോൾ ഞാൻ ചെയ്തില്ലേ. ഓ, ഇനി അവിടെ കീറണം അല്ലേ? ആ, ഇനിയിപ്പോൾ ഇവിടെ അതിൻ്റെ ഇത് അങ്ങനെ. അത് കയറി അവിടെ വിടവ് ഉണ്ടാക്കണം. അപ്പോൾ ചകിരി കാണാൻ പറ്റണം. ആ, ചകിരി വന്ന് ഇതാ പൊതിയണം. ഓ, ആ, അല്ലാതെ പ്ലാസ്റ്റിക് ഉണ്ടെങ്കിൽ വേര് കളിക്കില്ല. ചകിരി അഴുക്കാൻ പൊതിയണം. ഇതിങ്ങനെ ഇത് ചകിരിച്ചോറ് ഇവിടെ ഉണ്ടാക്കണ മേടിക്കണതാ വാങ്ങിക്കുന്നത്. ഓ, ഇങ്ങനെ ഇതിങ്ങനെ ഇത് കംപ്ലീറ്റ് ഇങ്ങനെ ചുറ്റി വരണം. ഓ, ഇവിടെ വേര് ഇറങ്ങണമെങ്കിലേ. ഓ, മനസ്സിലായി. ഈ രണ്ട് സൈഡും കൂടെ എന്നിട്ട് ഞാൻ പിടിക്കണ അതിന്റെ ഈ ഇപ്പോൾ സാഹിത്യനാളില്ലെങ്കിൽ ഇങ്ങനെ നേരത്തെ കയറൊക്കെ കെട്ടിക്കൊണ്ടുവന്നാൽ ഇവിടുന്ന് ഞെക്കി ഞെക്കി നടുക്കോട്ട് കൊണ്ട്. ഓ, എല്ലാം അങ്ങോട്ട് മുകളിലേക്ക് വരണം. എന്നിട്ട് ഇതിങ്ങനെ നല്ല ടൈറ്റായിട്ട് അതിൻ്റെ എത്ര ദിവസം കഴിയും ഇത് പിടിക്കാൻ? 2 മാസം വേണം അല്ലേ? അത് ഡെയിലി നനച്ചു കൊടുക്കുക അതിൻ്റെ മുകളിൽ കൂടെ. നനച്ചാൽ മതി. മഴക്കാലത്താണെങ്കിൽ നനയ്ക്കണ്ട. ഏത് സമയത്തും വേണമെങ്കിൽ ചെയ്യാൻ പറ്റും അല്ലേ? ഇപ്പം വേർക്കം കുറവായിരിക്കും. ജൂൺ ജൂലൈ ആ സമയത്താണ് നല്ലത്. ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ സീസൺ. അതിൻ്റെ വേര് കിളുത്ത് വരും. നമുക്ക് ഇതിൽ കാണാൻ പറ്റും അല്ലേ? ചിലപ്പോൾ കാണാം. നോക്കണം. ചിലപ്പോൾ ചിലതൊക്കെ സക്സസ് ആയില്ല. അത് സാരമില്ല. സക്സസ് ആകാത്ത 1-2 ചെയ്ത് വെച്ചാൽ മതി. ഇത് എന്ത് മാവ് കാച്ചതാ? തായ്ലൻഡ് കായ്ക്കണതാണോ? കായ്ച്ചത് കഴിഞ്ഞിട്ട് കാച്ച മാവ് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ അല്ലേ? ആ, കായ്ച്ചത് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ പൊറഞ്ച് മാവുമ്പോൾ ഇങ്ങനെ ചെയ്താലും പിടിക്കുമല്ലേ? അവിടെ ഈ സീസൺ ചെയ്താലും പിടിക്കും. അതിൻ്റെ കൊമ്പ് ഇങ്ങനെ അടിയിലത്തെ കൊമ്പ് ചെയ്യണം. നമുക്ക് മരുന്നൊക്കെ ചെയ്യാൻ പറ്റില്ല. അല്ല, അടിയിലത്തെ കൊമ്പുകൾ ഒരു നല്ല കൊമ്പ് വേണം. ഇതിപ്പോ ഈ ഇലയെല്ലാം പുഴുക്കളാണോ? ഞാൻ മരുന്നടിച്ചതാ പുഴുക്കളൊക്കെ. ഒരു തള്ളവരൻ്റെ വണ്ണം വേണം അല്ലേ? ഇതൊക്കെ ചെയ്യാം. തള്ളവരൽ ഇത് ചെയ്യാം. ഇത്ര മണ്ണുള്ള പിടിച്ചിട്ടുണ്ട്. ഏതായാലും നല്ല പെട്ടെന്ന് പിടിക്കുന്നതാ ഇത്ര മണ്ണുള്ള ഈ വണ്ണം. ഇത്രേ ഉള്ളൂ. എന്നിട്ടേ ഇവിടെ ഇങ്ങനെ ഈ വെള്ളം ഇറങ്ങാനേ ഹോളിട്ട് നോക്കണം ഇങ്ങനെ. 1-2 കുത്തിയാൽ മതി. വെള്ളം ഇറങ്ങാനായിട്ട്. വെള്ളം ഇറങ്ങാനും നനയ്ക്കുമ്പോഴേക്കേ ഒരുപാട് ഇട്ട് ചരിച്ചോറയിലെ ചാടിപ്പോവും. 5-6 ഇങ്ങനെ കുത്തി കൊടുക്കണം ഓട്ടം. അത്രയും ചെയ്താൽ മതി. അത് കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞ് നോക്കാം അല്ലേ? 2 മാസം കഴിയുമ്പോൾ നോക്കാം. 2 മാസം വെയിറ്റ് കൊണ്ടൊക്കെ താങ്ങ് പോകാം. അതുകൊണ്ട് ഇതൊക്കെ കെട്ടി വെക്കാം. പുഴുക്കേട് വന്ന അതിൻ്റെ ഇതിന് തായ്വേരുണ്ടാവില്ലല്ലോ. മരുന്നടിച്ചപ്പോ പുഴുവൊക്കെ ചത്തുപോയി. അതാ ഇതിപ്പോ ബഡ് വെച്ചത് മാവാണ് ഒട്ട് വെച്ചതാ? ബഡ് ഞാൻ വാങ്ങിച്ചതാ. വാങ്ങിച്ചിട്ട് അതേ ലെയർ ചെയ്ത് ഞാൻ പിടിപ്പിച്ചു. എത്ര എയർ ലെയർ ചെയ്ത് പിടിച്ചത്? ഏത്? ഇത് ഈ മാവാ? അപ്പം അതിൻ്റെ മദറായി എവിടെയാ? ഉണങ്ങിപ്പോയാ? അത് ശരി. ഇതുപോലെ അവിടെ ഒരെണ്ണം നിൽപ്പുണ്ട്. അതിൽ കാ കുറവാണ്. ഇതെല്ലാം ഒരെണ്ണത്തെ ചെയ്താണ്.
ഇത് തായ്ലൻഡ് മാവ് തായ്ലൻഡ് നല്ല മാങ്ങിയ പക്ഷെ അന്ത്യ മുല്ല മുല്ല ആ ഇത് ഗോവയ്ക്ക ഇഷ്ടംപോലെ ഉണ്ട് അതിൻ്റെ പന്തലിട്ട് കൊടുത്ത നല്ല ഗോവയ്ക്ക മാവ്. ഡോക്ടർ ജോസഫിൻ്റെ ഹോബി. ജോസഫ് ഇതേ പൂത്തു. മാവ് പൂത്തുണ്ടോ? ഇത് കുളമ്പ് മാവ്, കുളമ്പ്. ഇത് മരമുല്ല, മരമുല്ല. ജാതിക്കായ. ഇതതുപോലെ എയർലെയർ ചെയ്ത ഇത് ചെറുനാരകം, ബുദ്ധിനിയില ഒക്കെ ആളുടെ ഹോബിയാണ്. ഡോക്ടർ ജോസഫ് ഡോക്ടർ. ആൾ 80 വയസ്സായി, ഇപ്പോഴും ആക്റ്റീവാണ് ഇതിലൊക്കെ. ഇപ്പോൾ തോട് വെള്ളം വരുന്നു. ഇവിടെ മാവ് ഇതൊക്കെ ആൾ ഉണ്ടാക്കിയിട്ടുള്ള മാവുകളാണ് എയർലെയറി മെത്തേഡിൽ. സോ പട്ടിക്കൂടിൽ പട്ടിയില്ല, പട്ടി ചത്ത് കഴിഞ്ഞിട്ട് പിന്നെ പട്ടിയില്ല. പിന്നെ ബ്രൈഡൽ ബൊക്കെ, നല്ല ബ്രൈഡൽ ബൊക്കെ. ഇത് ബ്രൈഡൽ പോവാ മുല്ല. ആയ് മണം ഉണ്ടാവുമോ? ആയ് ഔ നല്ല മണം. ഔ സെൻറ്റ് ബ്രൈഡൽ. ഓ നല്ല വാസന. ഇത് വഴി ഉണ്ടാക്കിയതാണ് ബാക്കിലേക്ക് പോകും, കോൺക്രീറ്റ് ചെയ്തിട്ട്. ലോറി കയറാനായിട്ടുള്ള വേണ്ടിയിട്ട്. ചക്കകൾ ആവുമ്പോൾ നിറയെ ചക്ക ഇട്ടില്ല. ഓക്കെ, റോഡ് പാലാ റോഡ്. Thank you everyone for watching the airlining method by Dr. K.J. Joseph, eye specialist, Ramapuram.